പ്രിയവരെ, നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ മുഖം കാണിക്കാനുള്ള കാരണം, ഈ വീഡിയോയിൽ ഒരുപാട് സംഗതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനായ എൻ്റെ മേലുള്ളവനും എൻ്റെ താഴെയുള്ളവനും ഈ പരിപാടി നിങ്ങൾ കാണണം, നിങ്ങളിത് കണ്ട് മനസ്സിലാക്കണം. ഞാൻ അനവധി പരിപാടികളൊക്കെ ഇങ്ങനെ ഇതേപോലെ മുഖം കാണിക്കലുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ പരിപാടി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പരിപാടിക്ക് വന്നത്. ഓരോ സംശയങ്ങൾ ചോദിക്കണല്ലേ? നമ്മളെ ഈ മോലാലിറ്റികളുണ്ടല്ലോ, ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് പറ്റുവാൻ സംശയമുള്ളത്. അതായത് റാഫിയെ, ഇപ്പോഴത്തെ കാലത്തെ ഈ സമന്വയ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ആ ഒരു വിദ്യാഭ്യാസം ഇത് 1990-ന്റെ ശേഷം തുടങ്ങിയതാണ്. അതിൻ്റെ മുൻപൊക്കെ മൂല്യാരുട്ടികൾ എന്ന് പറഞ്ഞാൽ പള്ളിക്കൽ മാത്രം കിതാബ് ഓതലായിരുന്നു പണി. ആ ഒരു കിതാബ് ഓതാൻ SLC കഴിഞ്ഞിട്ടേ ഓല് വരുള്ളൂ. ഒന്നാമത് 10ാം ക്ലാസ്സിൽ തോൽക്കുന്ന ആളുകൾ, 10ാം ക്ലാസ്സിൽ അന്നത്തെ കാലത്ത് എല്ലാവരും ജയിക്കലൊന്നുമില്ല. ജയിക്കുക പറഞ്ഞാൽ പിന്നെ പഠിക്കാൻ മോശമായിട്ടൊന്നുമല്ല തോൽക്കണത്. അപ്പോൾ പഠിക്കാനുള്ളൊരു സാഹചര്യങ്ങളുണ്ടല്ലോ, ആ സാഹചര്യങ്ങൾ പഴയ കാലത്ത് ഇപ്പോഴത്തെ മാതിരിക്കല്ല. ഇതിൽ നിന്നും ഈ 10ാം ക്ലാസ് വരെയാണ് ഒരു പഠന രീതിൻ്റെ ഉരുത്തിരിയൽ. ഇപ്പോൾ അങ്ങനെയല്ല. ഈ സമന്വയ വിദ്യാഭ്യാസം വന്നതിൻ്റെ ശേഷം ദർസുക്ക് വരിക, ദർസിന്ന് പള്ളിക്കുന്ന് സ്കൂൾക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. കുറച്ച് മുമ്പ് അത് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളെ അറിയുന്നൊരു മർഹൂം അവർ പറഞ്ഞത്, ഞാൻ രണ്ടിടത്തും കൂടി പഠിപ്പിക്കുന്ന കുട്ടികളെ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളായിട്ട് എടുക്കലില്ല, മുത്തല്ലിമകളായിട്ട് എടുക്കലില്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് അതിന് താല്പര്യമില്ല. താല്പര്യമുള്ള ആളുകളുണ്ട്. അതായത് ഈ മൂല്യാരുട്ടികളെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് വഖഫിന് വെച്ച ഇതാണ് അവർ ഭക്ഷണം. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടീനെ മുത്തല്ലിമായിട്ട് പറഞ്ഞേക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എനിക്ക് കുട്ടികളുണ്ടാകുകയാണെങ്കിൽ, എനിക്ക് കുട്ടികളുണ്ടാകുകയാണെങ്കിൽ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കാണുന്നത് എന്താ അറിയോ, പഴയ കാലത്ത് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു മൂല്യാരുട്ടിനെ പറഞ്ഞേക്കും. അത് വളരെയധികം നെയ്യത്തോടു കൂടിയാണ് അതിൻ്റെ മാതാപിതാക്കൾ ആ ഒരു മൂല്യാരി കുട്ടീനെ മൂല്യാരാക്കാനും വേണ്ടി നെയ്യത്ത് ചെയ്ത് കണ്ട് പറഞ്ഞേക്കണത്. അവൻ്റെ ഭക്ഷണം, അവൻ്റെ ജീവിതം, അവൻ്റെ തൊഴിൽ, അതൊക്കെ പറഞ്ഞാൽ ദീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിന് പറഞ്ഞാൽ മൂല്യാരുട്ടിൻ്റെ ചുരുക്കൊണ്ടല്ല നമ്മൾ മൂല്യാറ്റിക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദീന് നിലക്കാനും വേണ്ടിയാണ് നമ്മൾ വഖഫ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത് വെച്ചാൽ പഴയ കാലത്ത് പറഞ്ഞാൽ മൂല്യാരുട്ടികൾക്കൊക്കെ ചിലവ് കുടിയെന്നായിരുന്നു ചിലവ് കൊടുത്തിരുന്നത്. അതിന് ചിലവ് കുടിയെന്നാണ് പറയുന്നത്, വീടൊന്നും കൂടിയും പറയലില്ല. അത്തരം വീടുകളിലൊക്കെ നല്ല വല്യന്മാർ, അതുപോലെ തന്നെ ആ വീടിൻ്റെ ഗൃഹനായികമാർ നല്ല ഭക്ഷണങ്ങൾ വിളമ്പി കൊടുക്കും. ചെറിയ കുട്ടികൾക്ക് നല്ല ഓമനിച്ചുകാണ്ട് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും. ഇന്നിപ്പോൾ അതൊക്കെ മെസ്സ് സംവിധാനമായി. അതായത് ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പി തിന്നുക. അപ്പോൾ ഈ ചെറിയ ചെറിയ കുട്ടികളെ ദർസക്ക് പറഞ്ഞേക്കുക എന്നുള്ള രീതിയിൽ ഇറ്റങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹവും ലാളനയും വാത്സല്യവും അതിൻ്റേതായിട്ടുള്ള സമയത്ത് കൊടുക്കാതെ ഇവരെ ഈ ത്യാഗം ചെയ്യാൻ പറഞ്ഞേക്കുക പറഞ്ഞാൽ ഒരു നല്ല കാര്യമല്ല. കാരണം ഉമ്മയും വാപ്പിയും നോക്കേണ്ട സമയമാണത്, ഒരു 15 വയസ്സ് വരെ കുട്ടികൾ. അത്തരം പണ്ഡിതന്മാരെ ഇപ്പോൾ ഉടലെടുത്ത് വന്നിട്ടുള്ളൂ. അതല്ലാത്തവരൊക്കെ ഇത് കുറച്ച് കാലം പോയിക്കാണ്ട് മടുത്തുകാണ്ട് വഴിയിൽ ഉപേക്ഷിച്ച ആളുകളാണ്. ഈ വഖഫ് സ്വത്ത് പള്ളിയിലാക്കിക്കാണ്ട് അവിടെയും ഇവിടെയും വഴിയിൽ നിർത്തിയാൽ അതൊന്നും സമൂഹത്തിനും അതുപോലെ തന്നെ ആ വ്യക്തിക്കും ഗുണം ചെയ്യുന്ന കാര്യമല്ല. അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ചൊരു ഉസ്താദ് 1985-86 കാലഘട്ടങ്ങളിൽ നല്ല ഭക്ഷണങ്ങൾ വിളമ്പി കൊടുത്തിരുന്ന ഒരു ഉമ്മാൻ്റെ അടുത്തേക്ക് ഈ 2024 അടുക്കുന്നതിൻ്റെ മുമ്പ് 2023 ലാസ്റ്റിൽ നാട്ടിൽ വന്നപ്പോൾ ഇനി ആളെ ഒന്ന് കണ്ടാ തിരക്കിടില്ലായിരുന്നു. ഒരുപാട് വീട്ടിൽ നിന്ന് ഞാൻ ചിലവ് തിന്നിക്കണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഉമ്മാൻ്റെ കൈ കൊണ്ട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളതും എനിക്ക് പൂതിയുള്ളതൊക്കെ ഉണ്ടാക്കി തന്നിരുന്നൊരു ഉമ്മയാണ്. അതുകൊണ്ട് എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ മഹദി രോഗശൈലിയിലായിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. ഇപ്പോഴും ഹയാത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അതാണ് പഴയ കാലം ഈ കാലമായിട്ടുള്ള വ്യത്യാസം. ഈ കാലം എല്ലാം ഇതൊക്കെ
എടുത്തുപോയി. വീട്ടിൽ നിന്ന് ചിലവ് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം തന്നെ എടുത്തുപോയി. കാരണം വെച്ചാൽ അവിടെയൊക്കെ അർത്ഥങ്ങൾ വേറെയാണ് കാണുന്നത്. ഒരന്യ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. വീട്ടിലൊരു മൊയിലാരിറ്റിക്ക് ചിലവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അത് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ അവർ തിന്ന പാത്രം കഴുകി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതൊക്കെ അതിൻ്റേതായിട്ടുള്ള കൂലിയും ഇതൊക്കെ നാളേക്കൊക്കെ ഉള്ളത് കണക്കാക്കിക്കാണ്ടായിരിക്കും അതൊക്കെ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അതൊക്കെ കീശയിലെ കാശിനനുസരിച്ചുള്ള ഒരു വിഹിതം കൊടുക്കുക, എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു കോലത്തിലായി. ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മൊയിലാരിറ്റിയായി പഠിക്കുക എന്നുള്ളത് തന്നെ ഒരു ത്യാഗം ചെയ്യുന്ന ജോലിയാണ്. സ്കൂളിൽ പഠിക്കുക, അതുപോലെ തന്നെ ദർസിലും പോവുക, അന്യ നാട്ടിൽ പോയി പഠിക്കുക, ഇതൊക്കെ പറഞ്ഞാൽ ഈ കുട്ടികൾ പല വിധത്തിലുള്ള കുട്ടികളുണ്ടാവും. അവരെടുത്തൊക്കെ ഉള്ള കൂട്ടുകൂടൽ, അതുപോലെ തന്നെ വേണ്ടാധീനം ഒക്കെ അവിടെ തന്നെയാണ് പഠിക്കുക. അപ്പോൾ ഈ പള്ളി ദർസിൽ ബോധിക്കുന്ന കാലത്ത് തന്നെ ആ സ്ഥാനത്ത് ഒരു 10-15 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം അത്യാവശ്യം വളവത്തരും വില്ലങ്ങത്തരും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ കുട്ടീനെ ഒന്ന് ദർസ് പറഞ്ഞേക്കുക, ഓൻ ഇന്നാഞ്ഞ് ഓതാൻ പോയിക്കാട്ടെ എന്നുള്ളൊരു കോലത്തിൽ പറഞ്ഞേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു കഴിഞ്ഞ കാലത്തിനെ കുറിച്ചോ, കഴിഞ്ഞപ്പോൾ ഏതായാലും കളിയും തമാശയൊക്കെ ഒക്കെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് കാര്യത്തുമ്മക്ക് കടക്കാനായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഈ പറഞ്ഞേക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഈ പോണ ആളുകൾക്കും എല്ലാവർക്കും ഉണ്ടാവും. അതല്ലാതെ ആരെങ്കിലും മമ്മത്തം കൂകിയപ്പോൾ ഞാനും കൂകിയാറിന ആ പരിപാടിക്ക് മൊയിലാരിറ്റിയായി പറഞ്ഞേക്കാൻ നിന്നാൽ ഈ സമന്വയ വിദ്യാഭ്യാസത്തിൽ ഭൗതികത ലക്ഷ്യം വെച്ച് കാണ്ടാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത് എങ്കിൽ നിങ്ങളേതായിട്ടുള്ള കീശയിൽ നിന്നുള്ള കാശ് ചിലവാക്കി കണ്ട് തന്നെ പറഞ്ഞേക്കണം. അതല്ലാതെ വഖഫ് സ്വത്ത് പള്ളിയേക്കാക്കി കാണ്ട് സമന്വയ വിദ്യാഭ്യാസത്തിന് നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാൽ നിങ്ങൾ നാളെ പഠിച്ചവനോട് സമാധാനം പറയേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് ആണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്. ഇത് വയറ്റിലേക്ക് ആക്കിയാൽ, ഭക്ഷണം ഒരു നേരത്തെ കഴിച്ചാൽ പിന്നെ നമ്മൾ അതിന് കടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ കാലാകാലം ആ ഒരു തൊഴിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യണം. അത് ചെയ്യാഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ പല വിധത്തിലാണെങ്കിലും തിരിച്ചടിക്കും. നല്ലൊരു മതിപ്പുള്ളൊരു തൊഴിലാണത്. അപ്പോൾ ചില ആളുകളൊക്കെ അതിനെ താഴ്ത്തി കെട്ടിക്കാണ്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് അതിനൊന്നും താഴ്ത്തി കെട്ടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, ഈ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ രീതി, നമ്മൾ ഇമ്മാൻ്റെയും വാപ്പാൻ്റെയും ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ ഒരു സ്നേഹം ഇപ്പോഴത്തെ കാലത്ത് 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ കഴിയാത്തവരൊന്നും ആരുമില്ല. നമ്മളെ ചെറുപ്പത്തിലുള്ള അത്രയൊന്നും കഷ്ടപ്പാട് ഇപ്പോഴത്തെ കാലത്തില്ല. പഠിപ്പിനും മക്കളെ കാര്യത്തിനൊക്കെ കാശ് ചിലവാക്കാനുമുണ്ട് എല്ലാ കാര്യത്തിനും. അപ്പോൾ ഈ ദീൻ ഇഷ്ടപ്പെട്ട് കാണ്ടാണ് സ്കൂൾക്കും അതുപോലെ തന്നെ ദർസുക്കും പോകുക എന്നുള്ള നിലക്ക് രക്ഷിതാക്കൾ വളരെ നേരത്തെ ഈ ദർസുക്കും അതുപോലെ തന്നെ ആ ദർസുള്ള അവിടുത്തുനിന്ന് സ്കൂൾക്കും പറഞ്ഞേക്കണമെങ്കിൽ അത് പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തലും അത് ഗുണമുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ ഈ പണ്ഡിതന്മാരായിട്ട് വന്ന എല്ലാ മഹാപണ്ഡിതന്മാരും അത്യാവശ്യം സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കാലം വരെ മദ്രസിലും അതോടുകൂടി സ്കൂളിലും പോയിക്കാണ്ടാണ് അവരെ ജീവിതം കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ സ്വന്തം ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും അതിൻ്റെ ബാധ്യത അത് ചില്ലറ ബാധ്യത അല്ല. 10ാം ക്ലാസ് വരെയുള്ള ഈ ഒരു പഠനം വരെ രക്ഷിതാക്കൾ അറിയണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ കൈത്തൊഴിലിന് പറഞ്ഞേക്കുക എന്നുള്ള ഒരു രീതി വരുന്നത്. പല ആളുകളും പല കൈത്തൊഴിലുകളും പഠിക്കും. ടൈലറാകും, ചിലവർ വർക്ക്ഷോപ്പ് പണി പഠിക്കും, ചിലവർ ഫാബ്രിക്കേഷൻ പണി പഠിക്കും. അപ്പോഴാണ് ഫാബ്രിക്കേഷനൊക്കെ വന്നത്. പല വിധമാണ്. പല വിധമുള്ള ചെത്തിപ്പടവ്, ഇങ്ങനെയുള്ള സാധാരണ കൂലിപ്പണി, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ കുടുംബം പോറ്റാനും വേണ്ടി അവരവരുടെ മായിഷത്തിനും വേണ്ടി ജീവിതം നിലനിർത്താനും വേണ്ടിയുള്ള ഒരു അധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ തൊഴിലിൻ്റെയും മേഖലയാണത്. പക്ഷെ അതൊന്നും ഇപ്പോൾ നാട്ടിലില്ല, ഒക്കെ കമ്മിയാണ്. ആരിപ്പോൾ അത് കമ്മിയാണ്. ഇപ്പോൾ ഏത് പണിക്കും തിരിയണോനെ വിളിക്കണ പരിപാടിയില്ല. ആ ഒരു പണി തിരിയാത്ത ആൾക്കാരാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബംഗാളിയൊക്കെ പറഞ്ഞാൽ അവർക്ക് പൈസ കുറച്ച് കൊടുത്താൽ മതി, അതുപോലെ എങ്ങനെയും പണിയെടുക്കും. ആൻസർ കാണുള്ള പരിപാടി. പെണ്ണുങ്ങളും കുട്ടികളും നോക്കില്ലല്ലോ. അതെ. അപ്പോൾ അവസ്ഥ കുറഞ്ഞ ചെലവിൽ തിരിയാത്ത ആളുകളെ പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. തിരിയണോന് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പണി എടുക്കാൻ വയ്യാത്തൊരു കോലം, നമ്മളെ നാട്ടിൽ പിടിച്ചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി. നമ്മൾ മൊയിലാരുട്ടികളായിട്ട് പറഞ്ഞേക്കുമ്പോൾ ഈ ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും സ്നേഹം, അതുപോലെ തന്നെ സഹോദരങ്ങളുടെ, അതുപോലെ തന്നെ അവരവരുടെ നാട്ടിലുള്ള കുട്ടികളുണ്ടല്ലോ,
ആ നാട്ടിലുള്ള കുട്ടികളെല്ലാവരുമായിട്ട് പരിചയം, ചിരിച്ച് കളിച്ച്, അതുപോലെ തന്നെ തമാശ, തെണ്ണിപ്പ്, വികൃതി, പൊട്ടിത്തെറുപ്പ് ഒക്കെ പറഞ്ഞൊരു പ്രായം ഉണ്ടല്ലോ. ആ പ്രായം 15 വയസ്സ് വരെ എല്ലാവർക്കും ഉണ്ടാവും. ഈ 10ാം ക്ലാസ് വരെ ഉള്ളൊരു പഠനം ഉണ്ടല്ലോ, അത് അവരവരുടെ വീട്ടിലും അവരുടെ നാട്ടിലും ഒക്കെ ആകുമ്പോൾ എല്ലാവരെയും തമ്മിൽ അറിയും. അയലൊക്കക്കാരാരാണ്, എൻ്റെ നാട്ടുകാരനാരാണ്, എൻ്റെ ചങ്ങായി ആരാണ്, ചങ്ങായിൻ്റെ വാപ്പ ആരാണ് എന്നുള്ളതൊക്കെ അറിയും. ഇത് അവിടുന്നൊന്നും അറിയാത്തൊരു കോലത്തിൽ നമ്മളേതെങ്കിലും ഒരു പള്ളി ദർസിലൊക്കെ കൊണ്ടുപോയി ചേർത്തും. ആ ചേർത്തുന്ന അവിടെ മേലെ തല ഒരു 2 കൊല്ലപ്പത്തെ കാലത്ത് നിൽക്കുള്ളൂ. ആ 2 കൊല്ലം കഴിഞ്ഞാൽ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ആവും മാറ്റം കിട്ടൽ. അപ്പോൾ ഈ 2 കൊല്ലം പഠിച്ച ആ സ്കൂള് അത് കഴിഞ്ഞിക്കാണ്ട് പിന്നെ ഈ 10ാം ക്ലാസ് ആകുന്നതിൻ്റെ മുമ്പ്, അതായത് ഒരു 7ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തിയ ആൾ പിന്നെ 2 കൊല്ലം ആകുമ്പോഴത്തേനും ഒരു 9ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ വരുള്ളൂ. അത് കഴിഞ്ഞിക്കാണ്ട് അത് മുഴുവനാക്കുന്നതിൻ്റെ മുൻപ് വേറെ കൊണ്ടുപോയി ചേർത്തുകയാണ്. ഇതിലെ ഏറ്റവും വലിയൊരു രസം വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോയിരുന്ന ഒരു കാലമൊന്നുമല്ല. ഇപ്പോൾ പള്ളിക്കല മോലിയാരുട്ടികൾ സ്കൂൾക്ക് പോകുക പറഞ്ഞാൽ സ്കൂൾക്ക് പോകൽ മെയിൻ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ സ്കൂൾക്ക് എത്തുന്നത് വരെ ബാക്കിക്ക് തിരിഞ്ഞു നോക്കിക്കാണ്ടാ പോലും പോവുക. അതുണ്ട്. അതിൻ്റെ കാരണം എന്താ അറിയോ, ഒരു ചൊക്കുള്ള വണ്ടിയിൽ ആരെങ്കിലും നിർത്തിയാലൊന്നാണ് കയറിനി എന്നുള്ള ആൾക്ക്. പിന്നെ പോണ ബൈക്കിൽ ഏത് നല്ലൊരു വണ്ടി, എല്ലാ വണ്ടിയാണെങ്കിലും അതിലെ റോഡിൽ കൂടെ ഒരു വണ്ടിയാണ് പോയാൽ ഓല് ബാക്കിക്ക് ഇങ്ങനെ നോക്കും. ഒരു സഹതാപ തരംഗത്തിന് ഇപ്പം അതിന് യൂണിഫോം ഇടുന്ന ഒരു സിസ്റ്റം വന്നതുകൊണ്ട് അതിനൊക്കെ ഒരുപാട് അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടും കാര്യമില്ല. കാരണം ഒരുവിധ ആളുകളൊന്നും കയറ്റി പോരില്ല. പിന്നെ നാട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെ കയറ്റി പോരണം എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം അതിന് ബൈക്കും പ്രത്യേകിച്ചും കഴിച്ചില്ല, ഹെൽമെറ്റാണല്ലോ. അതിപ്പോൾ ഭയങ്കര കഴിയും. അപ്പോൾ ഞാനുണ്ടെന്ന് തന്നെ എന്തറിയോ, ഈ മൂല്യാരുട്ടികളാവുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു കർത്തവ്യം, അത് ഒരു ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഒരു ബാധ്യത, അത് വല്ലാത്തൊരു ബാധ്യതയാണ്. അത് ഒരു മകനെ മൂല്യാരുട്ടികളായിട്ട് വേറെ ആ വീട്ടിൽ നിന്ന് ആ അമ്മാക്കും ബാപ്പാക്കും വേറെ 2 ഫ്രീക്കന്മാരും ഒരു ഫ്രീക്കത്തി ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ കല്യാണത്തിന് വേറുള്ളിടത്തൊക്കെ കല്യാണത്തിന് പോവുകയാണെങ്കിൽ ആദ്യം വലിയൊരു നല്ലൊരു അടിച്ച് പൊളിച്ച് ചെത്തി പൊളിച്ച് ഒരുത്തം പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വെട്ടി ഒരുത്തുണ്ടാവും. അത് ഒരാളുണ്ടാവും. ഇപ്പുറത്ത് നല്ലൊരു മട്ടത്തിൽ വേറെ കോലത്തിൽ ഡ്രസ്സ് ധരിച്ച അവൻ്റെ പെങ്ങളുണ്ടാവും. അതൊക്കെ ഇതാക്കുക ഇലിമിനെ പരിഹസിക്കുന്ന കോലത്തിൽ വേറെ നല്ലൊരു തുണി കുപ്പായും തലീക്കെട്ടും ഒക്കെ കെട്ടിക്കാണ്ട് ഇവരൊക്കെ നിയന്ത്രിക്കാനാണോ അതാ ഇവനെ നിയന്ത്രിക്കാനാണോ എന്നുള്ള നിലക്ക് അങ്ങനെ പോകുന്ന കാരണമാണ്. എന്തായാലും ഇത് നാളെ അങ്ങോട്ട് സ്വർഗം കിട്ടാനാണ് ഈ പണി രക്ഷിതാക്കൾ എടുക്കണമെങ്കിൽ അതിനൊന്നും സ്വർഗം കിട്ടില്ല. കാരണം എന്താ അറിയോ, നമ്മളൊരു വണ്ടിക്ക് 4 ടയറുള്ളൊരു വണ്ടിക്ക് ഒരു ടയർ റേഡിയൽ ടയർ, ഒരു ടയർ നൂലുണ്ട ടയർ, വേറൊന്ന് പൊള്ളച്ച ടയറും, പിന്നെ വേറൊന്നാണെങ്കിൽ പുതിയ ടയറും ആണെങ്കിലും അത് 4 എന്തായാലും ഉരുണ്ടുകാണ്ട് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എന്തായാലും എത്തൂല. ഒന്നൂക്കിൽ 4 ടയറും ഒരേ മരിക്കാക്കുക. അതല്ലെങ്കിലോ ആ ടയറിനനുസരിച്ചുള്ള ടയർ മറ്റേതും ആക്കുക, എന്നാലും ഒരൊറ്റ മട്ടത്തിൽ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെയധികം കരുതലോട് കൂടിയാണ് ഇനിയുള്ള കാലം നമ്മൾ കഴിയേണ്ടത്. കാരണം ജീവിക്കാൻ പറ്റാത്ത ഓരോ സ്ഥിതി, ഇത് ഓരോ കാര്യത്തിനും ദീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകാണ്ട് കാശ് വാങ്ങുക, അതിനുള്ള പോംവഴികളും മസലകളും കണ്ടെത്തി ആളുകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പണിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെന്താ വേണ്ടത് അറിയാൽ, നമ്മളെ എല്ലാ മക്കളെയും ഒരേപോലെ ഒരേ കണ്ണുകൊണ്ട് കാണുക. ഒരു കുട്ടിക്ക് മാത്രം കൂടുതൽ അടിച്ചു പൊളിച്ച് ചെത്തി പൊളിച്ച് നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുക, വേറൊരു കുട്ടിക്ക് അങ്ങനെ വേറൊരു കോലത്തിൽ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇതിനൊക്കെ നമ്മൾ എന്തായാലും ഈ കീശിയിൽ നിന്ന് കാശ് ചിലവാക്കിയതാക്കുമ്പോൾ ഇതെന്തായാലും ഒരു തുലാസിൽ എന്തായാലും അളക്കാൻ കഴിയൂല. പിന്നെ വേറൊരു മുത്താലിമായി കാണ്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓനെ ഒരുവിധം കുതിരളിയിലൊന്നും ഓൻ പെടൂല. ഓന് എപ്പോഴും ഈ പള്ളി ദർസ് ഉള്ളതായിട്ടാണ് ഓൻ്റെ ജീവിതം. അപ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതം മറ്റോലും വേണം ചിട്ടപ്പെടുത്തുക. ഇതത് ചിട്ടപ്പെടുത്താൻ കഴിയണില്ല ഇപ്പോഴത്തെ കാലത്ത്. അവിടെയാണ് ഈ വ്യത്യാസം. ഇപ്പം ഈ പിന്നെ ഏതൊരു ഇത് വന്നാലും ഇപ്പോൾ അങ്ങനെ ഒരു ഇത് കഴിയണില്ലല്ലോ. അതെ, ഒരു വീട്ടിൽ തന്നെ പല ആളുകളുണ്ടാവും. ഒരാൾ മൂല്യാരാണെങ്കിൽ വേറൊരാളിത്, അതുപോലെ തന്നെ എല്ലാരും മൂല്യാരാക്കി മറ്റാള് സിനിമക്ക് ആളേക്കാരം ഇവനെ നന്നാക്കാൻ കാരം ഈ ആയിരം വലിയ ഇപ്പത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പത്തെ മൂലരിറ്റാളെ മൊബൈൽ കണ്ടി ഞങ്ങള്, ഇപ്പത്തെ മൂലരിറ്റാളെ മൊബൈൽ ഇപ്പൊ ഞാൻ നാള് കണ്ടാണ്. ഈ മൂലരിറ്റിക്ക് എന്താ പണി, അതില് പിന്നെ നമ്മുടെ രജനികാന്തിന്റെ സിനിമയും പിന്നെ നമ്മുടെ വിജയന്റെ സിനിമയൊക്കെയാണ്. അപ്പോൾ ഞാൻ നാളെ മൊബൈൽ ഷോപ്പ് കണ്ടപ്പോൾ ഒക്കെ ഈ ചങ്ങാതിൻ്റെ അടുത്ത് ഈ മൂലരിറ്റിന്റെ കയ്യിൽ മൊബൈലിൽ അതാണ്
അതാ ഞാൻ പറഞ്ഞത്, ഒരു പക്വത എത്തുന്ന പ്രായത്തിന്റെ മുമ്പ് ഈ പള്ളിക്കല് കിടക്കാൻ പറഞ്ഞേക്കരുത് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ പെരീന്ന് ഉന്തി പറഞ്ഞേക്കാണ്. സിനിമക്ക് പോണ മോലരിച്ചാണ് മോലരിച്ച നല്ല ആളെ തന്തി തള്ളും പള്ളിക്ക് ദർശ ഓതാൻ പഠിപ്പിക്കണം. അതെ, അതെന്താ അറിയോ, ഈ 10 ഗുണം 10 ഗുണം എന്നുള്ളൊരു ചൊല്ലുണ്ട് പഴയ കാലത്ത്, അത് ഇപ്പോഴും ഉള്ളതാണ്. അതായത് നമ്മളെ ചെയ്തികൾ എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ചൊക്കെ തന്നെ നമ്മളെ മക്കളും ഉണ്ടാവുള്ളൂ. അല്ലാതെ മോലാരിട്ടികളായിന്ന് വലിയാണ്ടൊന്നും ഇത് അങ്ങനെയാണ് നന്നായി കണ്ട് വരും. ഇവര് സിനിമക്ക് പോയ ചെക്കന്മാരെ കാരം ഓലെ എങ്ങനെയും ദർശ നന്നാകട്ടല് കണ്ട് ഇവരെ മൊബൈലും ഇപ്പോൾ അതിനെ മാണ്ടാത്ത കാരം സിനിമയും പിന്നെ ഈ ഓരോരോ കണ്ടുകൊണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വഖഫ് സ്വത്ത് ആരാൻ്റെത് പള്ളിയേക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വയറും കൊണ്ട് പിന്നെ അത് പുറത്തേക്ക് ചാടിയാൽ പിന്നെ ആ തിന്നതോ തീയാണ്. ആ തിന്ന തീയായിട്ട് പിന്നെ ഓൻ ദുനിയാവിൽ ഒട്ടാകെ നടന്നാലും അത് കുരുത്തം പിടിക്കലുണ്ടാവില്ല. അപ്പോൾ ഈ സാധനം ഈ മോലാരുട്ടികളായിട്ട് രക്ഷിതാക്കളെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10ാം ക്ലാസ് വരെ പറഞ്ഞേക്കുക. എന്നിട്ട് ആ കുട്ടിയുടെ അഭിരുചി എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള തൊഴിലിന് വേണ്ടി മാത്രമേ പറഞ്ഞേക്കാൻ പാടുള്ളൂ. ഏത് തൊഴിൽ തിന്നുകയാണെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാം വിലങ്ങല്ല. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ മോലാരുട്ടികൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ സമന്വയ വിദ്യാഭ്യാസം ഈ തലീകെട്ടും താടിയും വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ മറവിലാണ് എല്ലാവിധ പിരിവും അതുപോലെ തന്നെ ഓല തൊഴിലിൻ്റെ തട്ടിപ്പും എല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ബേസിക്കലായിട്ടുള്ളത് വരുന്നത് നമ്മളെ വീടുണ്ടല്ലോ, ആ വീടുമായിട്ടുള്ള നിർമ്മാണത്തിൽ സ്ഥാനമാനങ്ങൾ അത് ഇതുമായിട്ടാണ് വരുന്നത്. ചാരിറ്റി ബിഗിൻ അറ്റ് ഹോം പറഞ്ഞാണ്ട് ഒരു ഇംഗ്ലീഷിലൊരു പ്രോവർബ്, അതായത് ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്. ഇത് നമുക്ക് കാണിച്ചു തന്നത് പരിശുദ്ധ കഅബാലയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചര്യയാണ്. അതിന് ഉദാഹരണം ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ്. ഉടനെ കഴുത്തൻ്റെ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ പറഞ്ഞ ആ പാട്ടുണ്ടല്ലോ, അത് എന്ത് ത്യാഗം ചെയ്യേണ്ടതാണെങ്കിലും അള്ളാഹുവിൻ്റെ തുണ ഉണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസം നമുക്ക് ഉണ്ടാകുക. എല്ലാം അള്ളയാണ്. അതിനനുസരിച്ചുള്ള നമ്മൾ ട്യൂൺ ചെയ്ത് വെക്കണം. അതല്ലാതെ ഇതൊക്കെ പഠിച്ചോൻ്റെ വിധി ഇങ്ങനെയാണ് പറഞ്ഞാൽ പടച്ചോൻ വിധിക്കുന്നുണ്ട്, പടച്ചോൻ്റെ വിധിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ സ്വർഗത്തു നിന്ന് ഇബിലീസിനടക്കാണ് നബിൻ്റെ കൂടെ പുറത്താക്കിയത്. കാരണം 2 പഴം തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നു, ഒന്ന് തിന്നപ്പോൾ കൊല്ലിക്കെട്ട് പിടിച്ചും ചെയ്തു, അതോടുകൂടി പുറത്തേക്കാക്കിയതാണല്ലോ സ്വർഗത്തു നിന്ന്. അപ്പോൾ അന്നുള്ള ഇബിലീസ് ഇന്നും ഉണ്ട്. നബിമാരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച ഇബിലീസിന് നമ്മളെ വഴിതെറ്റിക്കാൻ ഒരു പ്രയാസമില്ല. എല്ലാം ഒരു സ്ഥാനം കണ്ട് നമ്മളെ അങ്ങോട്ട് ഉന്തി പറഞ്ഞേക്കണം. അപ്പോൾ ആ ഒരു കാലം നമ്മൾ ഏതൊരു കാര്യം അതിൻ്റെ വിത്ത് ഇടുന്നത്, ഏതൊരു പഠന രീതിക്കാണെങ്കിലും ആ പാഠ്യപദ്ധതിക്കാണെങ്കിലും വിത്തിടുന്നത് നല്ല നെയ്യത്തോട് കൂടി ഇടുക. ഏതൊരു പഠന രീതിക്കും തുടക്കം കുറിക്കുന്നത് ഉപനയനത്തിന് ഇരുത്തുക എന്ന് പറഞ്ഞില്ലേ, ആ മതക്കാരത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് ഏതൊരു മതത്തിൻ്റെയും അതിൻ്റെ യാഥാസ്ഥികത അതിൽ നിന്ന് മാറിക്കാണ്ട് നമ്മൾ എങ്ങനെ പെരുമാറിയാലും നമ്മൾ പരാജയപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. യാഥാസ്ഥികമായിട്ടുള്ള മതമാണ് എല്ലാത്തിനും കാതൽ. ആ മതക്കാരന് മറ്റുള്ളൊരു മതത്തിലുള്ള ഒരാളെ കയറി പ്രേമിക്കാനോ ആക്രമിക്കാനോ ഒന്നിനും കഴിയൂല. അത് യാഥാസ്ഥികതയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളെ മേത്ത് കൂടിയ പിശാച്ചുണ്ടല്ലോ, അത് നമ്മളെ മറ്റുള്ളവനെ കുറ്റം പറയാനും വേണ്ടി മാത്രമുള്ള ഒരു പ്രേരണയാണ്. മതസൗഹാർദ്ദത്തിൽ നിലനിർത്തുന്ന വിധത്തിലുള്ള കാഴ്ചപ്പാടായിരുന്നു നമ്മളെ പൂർവികരായിട്ടുള്ള അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചു. ഇതുപോലുള്ള വീഡിയോകളായതുകൊണ്ടാണ് എനിക്കിത് കേൾക്കാനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാനും ഒക്കെ താല്പര്യമുള്ളത്. നമുക്ക് ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാം. നമുക്ക് ഇതിലേറെ ഗൗരവമുള്ളൊരു വിഷയം നമുക്ക് ഇനി കൊണ്ടുവരാണ്ട്. അന്യമതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെയും അതുപോലെ തന്നെ പെൺകുട്ടികൾ ആൺകുട്ടികളെയും ആൺകുട്ടികൾ പെൺകുട്ടികളെയും തിരിച്ചും മറിച്ചും വഴിതെറ്റി വിവാഹം കഴിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഓരോ എപ്പിസോഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ അവതരിപ്പിക്കാം. അതിന് നമുക്ക് റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ പറയാം. അതല്ലാതെ സോഷ്യൽ മീഡിയ കൂടെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആളായിട്ട് ഒരു പ്രയോജനവുമില്ല. അത് ഓടിയെത്തൂല. നമ്മൾ
നെയ്യത്ത് ചെയ്തുകാണ്ട് ഒരു കാര്യത്തിനാണ്ട് നിശ്ചയിച്ചാൽ അത് അതിൻ്റെ മട്ടം പോലാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ മക്കളും ഒരാളും വഴി തെറ്റൂല. അത് നമ്മളെ അടുത്തുള്ള പോരായ്മ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ വരുന്നത്. ഉറപ്പല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്തരം വീഡിയോകളാണ് ഇതിൽ ചെയ്യണത്. ജീവിതചര്യകൾ എന്ന ഈ പ്രോഗ്രാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇത് കേട്ടുകാണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു വിലയിരുത്തൽ വേണം.